അപ്പൊ നമ്മള് ഹിൽ പാലസിൽ ഇവിടെ ഇവിടെ കോളം കിട്ടുന്നുണ്ടേ ബാക്ക്ഗ്രൗണ്ടില്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനാണോ? അങ്ങനെ പിടിച്ചോ. കുഞ്ഞത്തിന് പറ്റിയ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കാര്യം മമ്മി, ഐ ലവ് യു മമ്മി, തുമ്പിയമ്മ എന്നൊക്കെ വിളിക്കുമെങ്കിലും തുമ്പി എൻ്റെ മോളല്ല. എൻ്റെ മോളൊക്കെ തന്നെ, പക്ഷെ എൻ്റെ സ്വന്തം മോളല്ല. എൻ്റെ കുഞ്ഞുമുത്തും എൻ്റെ സ്വന്തം മോനല്ല. അവര് രണ്ടുപേരും എൻ്റെ ബ്രദറിന്റെ കുട്ടികളാണ്. അല്ല തുമ്പി, ഇരിക്കാൻ നിന്നെ കാണത്തില്ല. അയ്യോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കുഞ്ഞുമുത്തും ഞാനും കൂടെ ഒരു സ്ഥലം വരെ പോവാൻ പോവാണ് കേട്ടോ. അപ്പൊ കുഞ്ഞുമുത്തിന് എങ്ങോട്ടാന്ന് അറിയത്തില്ല. തുമ്പിക്കുട്ടി വരുന്നില്ല. തുമ്പി വരുമ്പോ ജെൻസെട്ടെ മേടിച്ചോണ്ട് തരാം. തുമ്പിക്കുട്ടീനെ കൊണ്ടുപോയി കഴിഞ്ഞാലേ ബസ്സിലൊക്കെ കയറി കുറെ ദൂരം പോണം. അപ്പൊ ഞാൻ മടുക്കില്ലേ. അപ്പൊ എന്തായാലും കുഞ്ഞുത്തെ നീ പോയിട്ട് കുളിച്ചിട്ട് വാ. സ്ഥലം ഏതാന്ന് പറയുന്നില്ല. ഞാൻ കുളിച്ചു, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റേട്ടോ. കുഞ്ഞുമുത്ത് സ്കൂൾ അവധിക്ക് ഹിൽ പാലസിൽ പോയിട്ടില്ല എന്ന് പറയണ്ടായിരുന്നു മണിച്ചിർത്താഴൊക്കെ കണ്ടപ്പോഴേ. അപ്പൊ ഞാൻ വിചാരിച്ചു അന്നേരം ഡേ വണ്ടിക്കൂലിക്ക് പൈസ ഉള്ളായിരുന്നു. ഇപ്പൊ വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ട്, അവനെ സർപ്രൈസ് ആയിട്ട് അവിടെ കൊണ്ടുപോകാന്ന്. അപ്പോ കുഞ്ഞുത്തിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഒരു ഐഡിയ ഉണ്ടോ എങ്ങോട്ടാണെന്ന്? അങ്ങോട്ടാണോ പോണേ? ആണോ, നോക്കാം. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നേക്കുവാണ്. അങ്ങനെ എറണാകുളം വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. വണ്ടിയിൽ കയറി, വണ്ടി തിരക്കായതുകൊണ്ട് ആദ്യം ഞാൻ കുഞ്ഞുമത്തും പല സ്ഥലത്താണ് ഇരുന്നത്. പിന്നെ തിരക്ക് കുറഞ്ഞപ്പോഴാണ് ഒരുമിച്ചിരുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റി. അല്ലെങ്കിലും കുഞ്ഞുമത്ത് അറിയത്തില്ലായിരുന്നു എങ്ങോട്ടാണെന്ന്. കാരണം വണ്ടി കയറിയപ്പോൾ തന്നെ അവൻ ഉറങ്ങിയായിരുന്നു. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. അങ്ങനെ ഉറക്കപ്പിച്ചിന്ന് അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. അപ്പോൾ അതേ കണ്ട ഉറക്കച്ചടവാണ് അവൻ്റെ മുഖത്ത്. അപ്പോൾ ഹിൽ പാലസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലാണ്. കുളത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, കുളത്തിലേക്ക് കുറേ നേരം നോക്കിയിരുന്ന അതിലേക്ക് ചാടാൻ തോന്നും. അപ്പോൾ ചാടാനുള്ള വികാരത്തേക്ക് കടിച്ചമർത്തിക്കൊണ്ട് നമ്മൾ ഹിൽ പാലസിൽ എത്തിയേക്കുവാണ്. അപ്പോൾ ഈ നടയൊക്കെ കയറി വേണം നമ്മൾ പാലസിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഈ പ്രതിമ കാണുമ്പോൾ തന്നെ എനിക്ക് മണിച്ചിത്രത്താഴ് സിനിമയിലെ ഇന്നസെന്റ് ചേട്ടനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞുത്തിനോടും ചോദിച്ചേ, ഏത് സീനാ? കുഞ്ഞുമുത്ത് എൻ്റെ കൂടെ വളരുന്നതുകൊണ്ട് എല്ലാ സിനിമകളും തന്നെ അവൻ അറിയാം. അപ്പോൾ ഇതാണ് കേട്ടോ ഹിൽ പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് 54 ഏക്കറിൽ ഇതിൻ്റെ അകത്ത് 49 കെട്ടിടങ്ങളുണ്ട്. എവിടെയാണ് പാലസ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതാണ് രാജാവിൻ്റെ പോസ്റ്റ് ഓഫീസ്. എൻ്റെ വീടിനേക്കാളും വലിയ പോസ്റ്റ് ഓഫീസാണ് രാജാവിൻ്റെ. ഇനി നമ്മൾ ഈ പോകുന്ന വഴി കുളത്തിലേക്കാണ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കുഞ്ഞുമുത്ത് ചോദിക്കണ്ടായിരുന്നു, ഇങ്ങനെ നടന്ന് കുളിച്ചിട്ട് തിരിച്ച് ഹിൽ പാലസിലോട്ട് കയറുമ്പോഴത്തേക്കും രാജാവ് വേർത്ത് കുളിക്കുമല്ലോ എന്ന്. എനിക്കും സംശയം തോന്നി. പക്ഷേ ഈ കാണുന്ന ആളുകൾ മൊത്തം ഈ നടന്ന് നീങ്ങുന്നത് ഈ അടഞ്ഞു കിടക്കുന്ന കുളം കാണാനല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. ഇത് അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപകടമൊന്നും വരണ്ടാന്ന് ഓർത്തിട്ടായിരിക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് 2 ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഈ മണിച്ചിത്രത്താഴ് സിനിമയിൽ ഓടി വന്ന് സുധീഷ് നിൽക്കുമ്പോൾ, അല്ല സുധീഷ് വന്ന് ചാടില്ലേ മോഹൻലാലുള്ളത്, ആ കുളം കേട്ടോ ഇത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇതാണ് കുളം, പുറത്തുനിന്ന് കാണാൻ പറ്റും. അപ്പം ഈ ഒരു 8 കെട്ട് നിങ്ങൾ കണ്ടോ? കുളത്തിൻ്റെ ആ സൈഡിൽ തന്നെ ഒരു 8 കെട്ടുണ്ട്. ഈ 8 കെട്ടിലായിരുന്നു രാജാവൊക്കെ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ താമസിച്ചുകൊണ്ടാണ് അവർ ആ ഹിൽ പാലസ് പണിത്. അപ്പോൾ കുളത്തിനോട് ചേർന്നാണ് 8 കെട്ടുള്ളത്. അപ്പോൾ പിന്നെ കുളിച്ചിട്ടൊക്കെ കയറി 8 കെട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നിരിക്കില്ല. അങ്ങനെ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഡിയർ പാർക്കിലോട്ടാണ്. അവിടെ കുറച്ച് മാനും മ്ലാവും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അതിന് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 2 പുല്ല് മേടിച്ചിട്ട് ഞാനും കൊടുത്തു ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ തിന്നുമ്പോൾ ഞാൻ പേടിച്ചു പോയി ഒന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുങ്ങളെയൊക്കെ വളർത്താനൊരു അവകാശം ഗവൺമെൻറ് തരുമായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ മാനിനെ വളർത്തായിരുന്നു. നല്ല ക്യൂട്ട് പെറ്റല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് വിശക്കാനും ദാഹിക്കാനൊക്കെ തുടങ്ങും. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ഞാൻ കാണിച്ചു തരാം. ദോതുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിപ്പോയിട്ട് കുഞ്ഞുത്തിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ട്രോബെറി ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. എനിക്ക് ഐസ്ക്രീമിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നോക്കിക്കേ, ഈ ഒരു ഗുഹ ഒരു ചേട്ടൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നൊരു കൗതുകം തോന്നിയിട്ട് ഞങ്ങളും അതിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഗുഹ പോലെ ഒരു ഇച്ചിരി സ്ഥലം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ഈ സാധനം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
തുമ്പിക്കുട്ടീനെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും ഇതൊന്നും പറയണ്ട കേട്ടോ, കാരണം തുമ്പിക്കുട്ടി ഇത് നേരത്തെ കണ്ടിട്ടുള്ളതാണ്, തുമ്പിക്കുട്ടിയുടെ അച്ഛൻ്റെ കൂടെ വന്നിട്ട്. അപ്പോൾ ദേ നടന്നു നീങ്ങുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫൈബർ കൊണ്ടുണ്ടാക്കിയ ഡൈനോസർ പ്രതിമയുണ്ട് കേട്ടോ. എന്നോ വലുതാന്ന് നോക്കിക്കുക, നല്ല രസമുണ്ട്, എന്നാൽ ഭയങ്കര വലിപ്പമുണ്ട്. അപ്പോൾ കുഞ്ഞുമുത്ത് ഇതിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് കുഞ്ഞുമുത്ത് ശരിക്കും കുഞ്ഞുമുത്തായി പോയത്. ഇതിൻ്റെ അടി നിന്നപ്പോഴാണ് കുഞ്ഞുമുത്ത് കുഞ്ഞാണല്ലോ ചെറുതാണല്ലോ എന്ന് ആദ്യമായിട്ട് തോന്നിയത്. ഈ കൊണ്ട് നടക്കണം ഇവൻ എന്നോട് പറയാം കേട്ടോ. അപ്പം ഭാവിയിൽ ഈ കൊട്ടാരം മേടിച്ചിട്ട് അവനും അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു, എന്നെ താമസിപ്പിക്കില്ല എന്ന്. ഞാൻ വേറെ വീട്ടിൽ പോകണമെന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഈ കുഞ്ഞാൻറ്റിമാരോട് ഇങ്ങനെ നിന്നെ ഇങ്ങനെ കൊണ്ടുനടന്നതല്ലേ കുഞ്ഞുത്തെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ഗൈസ് ചോദിക്കും നിങ്ങൾ. ഞാനും ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വലുതാകുമ്പോൾ ഹിൽ പാൽസ് ഒക്കെ മേടിക്കുന്നു, എന്നിട്ട് ഇപ്പോൾ ഹലോ ഗൈസ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടോപ്പിടുവാണ് ഗൈസ്. എന്ത് എനിക്ക് എൻ്റെ അത്ര മുറി വന്നേക്കും. അതിന് നിന്നെ കല്യാണം കഴിപ്പിക്കുന്നില്ല, ഞങ്ങൾ കഴിപ്പിച്ചു വിടാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല കുഞ്ഞുത്തെ. കുഞ്ഞുത്തിന് പറ്റിയ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യം പഠിത്തം, പിന്നെ മതി കണ്ടുപിടുത്തം. എക്സ്പെക്ട് ചെയ്തോ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്? ഇല്ല, ആദ്യമായിട്ടാണോ വന്നെ? ആദ്യമായിട്ടാണ്. അപ്പോൾ ശരിക്കും വരുവാണെങ്കിൽ ഒരു ദിവസം നേരത്തെ വന്നിട്ട് ഒരു 10 മണിക്കൊക്കെ വരാൻ പാകത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ കണ്ടിട്ട് ഇറങ്ങാനായിട്ട് പറ്റും. മടുത്തു, വിശന്നിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് അവിടുത്തെ ആകെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടൽ അടഞ്ഞു കിടക്കുമായിരുന്നു. ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഓട്ടോറിക്ഷ ചേട്ടൻ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നാക്കി. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, കുട്ടനാടൻ ഫുഡ് പോയിൻ്റ് എന്നല്ല, വേറെന്തോ പേരായിരുന്നു. അവിടെ ഒന്നും ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചോറ് കഴിച്ച് വീണ്ടും ഓട്ടോയിൽ കയറിയിട്ട് വേണം ബസ് സ്റ്റോപ്പിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. ബസ് സ്റ്റോപ്പിൽ ചെന്ന് കാഴ്ചയൊക്കെ കണ്ട് കുഞ്ഞുമുത്ത് ആസ് യൂഷ്വൽ കാറ്റടിച്ചു, മടി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പം ഇങ്ങനെ കുഞ്ഞുമുത്ത് എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നേ. ആ കൊട്ടാരത്തിൻ്റെ ഇത്രയും നടയില്ലേ, ആ നടയിൽ രാജാവ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പല്ലക്കിൽ നീ കണ്ടില്ലേ പല്ലക്കൊക്കെ, അതിലൊക്കെ ആൾക്കാർ അയ്യോ പാവങ്ങൾ, അവരെന്തോരും പേര് രാജാവിനെ ചുമന്നു എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ തുമ്പിക്കുട്ടി വലിയ മൈൻഡ് ചെയ്യാതെ ടി-വിയിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ജെംസ് മിഠായി മേടിച്ചു കൊടുത്തു. ജെംസ് മിഠായി വേണമെന്നായിരുന്നു പറഞ്ഞത്. തുമ്പിമ്മ ഹിൽ പാൽസി കൊണ്ടുപോകാത്തതിന് സങ്കടമുണ്ടോ? ഉണ്ടോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണ് ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് പറയാവോ? നമ്മുടെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ ഇടിക്കും. എല്ലാവരും ഇടിക്കുമോ? അപ്പോൾ കേട്ടല്ലോ എല്ലാവരും. അപ്പോൾ ഹിൽ പാലസിലെ ടിക്കറ്റ് നിരക്കുകളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഹിൽ പാലസിനെ കുറിച്ച് നേരത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വശവിയോ.